ഹലോ, വെൽക്കം ബാക്ക്. നമ്മൾ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോമ്പിൻ്റെ സാധനം വാങ്ങാൻ പോവാന്ന്. ഞാനും ഉമ്മാവും കൂടി പോവാന്ന്. നോമ്പ് ഇൻഷാ അല്ലാഹ് അടുത്തെത്തിയല്ലേ. ബുധനോ മറ്റാന്ന് നോമ്പ്. അങ്ങനെ ഞാനും ഉമ്മാവും ഫസ്റ്റ് പോയത് പുതിയോട്ട ചന്തൻ്റെ ഉള്ളിലാണ്. ആടുന്നാന്ന് നമ്മൾ ഈ മുളക്, മല്ലി അങ്ങനത്തെ സാധനമെല്ലാം നമ്മൾ ആടുന്നാന്ന് വാങ്ങൽ. അങ്ങനെ ആടെ ബില്ലെല്ലാം കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ നേരെ ഞാൻ പറഞ്ഞ എന്തെങ്കിലും തിന്നിട്ട് പോവാ, ജ്യൂസ് അങ്ങനെ എന്തെങ്കിലും കുടിച്ചിട്ട് തന്നെ ഷോപ്രീസിൻ്റെ ഉള്ളിലേക്ക് പോവാന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ പാരീസിലാണ് പോയത്. അങ്ങനെ അവിടുന്ന് ജ്യൂസ് എല്ലാം കുടിച്ച് ഐസ്ക്രീം എല്ലാം തിന്നിട്ട് പിന്നെ നമ്മളിങ്ങനെ നടന്ന് പോകുമ്പോൾ നമ്മൾ പേർക്ക് ബാക്കത്തി ഉണ്ടായിന് കളഞ്ഞു പോയി. അപ്പോൾ നമ്മൾ ഒരു ബാക്കത്തി വാങ്ങി നേരെ പോയത് ഷോപ്രിക്സിൻ്റെ ഉള്ളിലേക്കാണ്. നല്ല തിരക്കുണ്ടായിന്. അങ്ങനെ നമ്മൾ നോമ്പിനേക്ക് വേണ്ട ഓരോ സാധനം ഇങ്ങനെ നോക്കി എടുക്കാമെന്ന്. ഇങ്ങനെ തരി അങ്ങനത്തെ ഒന്നും വാങ്ങിയിട്ടില്ല. ഇങ്ങനെ ഇങ്ങനെ എന്തെല്ലാം അപ്പം ചൂടാനുള്ള അങ്ങനത്തെ കുറച്ച് സാധനം, ചീസ് അങ്ങനത്തെ എല്ലാം നമ്മൾ വാങ്ങിയത് പേർക്കെത്തിയിട്ട് കാണിച്ചു തരാം. അങ്ങനെ ബില്ല് കണ്ടിട്ട് ഉമ്മ നെട്ടിപ്പോയി. 4500 സാധനമാണ് ആടുന്ന് വാങ്ങിയത്. അതുകൂടാണ്ട് നമ്മൾ ഇപ്പറും കുറച്ച് സാധനത്തിന് ബില്ല് കൊടുത്തിട്ടുണ്ട്. ഇനി ആടുത്തെ ബില്ല് എത്ര ആവുന്നിട്ട് ഉമ്മക്ക് ടെൻഷനാണ്. അങ്ങനെ പിന്നെ ഇത് നോമ്പിനേക്ക് വേണ്ട എല്ലാ സാധനവും ആയി. പിന്നെ അമ്മ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പീടിയൊന്നും വാങ്ങൂലൊന്നുമില്ല, ഒരേ പീടിയിൽ പോയി വാങ്ങൂലൊന്നുമില്ല, എല്ലാ സാധനവും ഒന്നിച്ച് വാങ്ങലാണ്. അങ്ങനെ നേരത്തെ ബില്ലിന് കൊടുത്ത സാധനം ആടുന്ന് എടുത്തിട്ട് പിന്നെ നമ്മൾ നേരെ പുരയിലേക്ക് പോയി. പിന്നെ എവിടെ പോകാമെന്ന് പറഞ്ഞിട്ടില്ല, കോഴി അങ്ങനത്തെ ഒന്നും വാങ്ങിയിട്ടില്ല, പിറ്റേന്ന് വാങ്ങാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ നേരെ പുരയിലേക്ക് എത്തി. ഉമ്മ നോമ്പിലേക്കുള്ള സാധനം എല്ലാം വാങ്ങിയിട്ട് വന്നു. എല്ലാം എടുത്തേക്കാം. ഉമ്മ എന്തെല്ലാം വാങ്ങിയെന്ന് കാണിച്ചു തരാം. അണ്ടിപ്പരിപ്പ്, മുന്തിരി, കുരുമുളക് അങ്ങനെ എല്ലാം വേണ്ടത് തന്നെ. മെയിനായിട്ട് നമ്മൾ മുളകും മല്ലിയും പഞ്ചസാര. ഇത് നെയ്ച്ചോറിൻ്റെ അരി അല്ലേ? അപ്പോൾ മന്തീൻ്റെ അരിയോ? മന്തീൻ്റെ അരി, ചായപ്പൊടി, പിന്നെ ഈത്തപ്പഴം, പിന്നെ മുട്ട നമ്മളിവിടെ മെയിനാണ്. എന്താ വെച്ചെങ്കിൽ നമ്മൾ മുട്ട ഇട്ടിട്ടാണ് അധികം ഫുഡ് ഉണ്ടാക്കല്. അട്ടിപ്പത്തിരി അങ്ങനെ ഇങ്ങനെന്നല്ല പറഞ്ഞാൽ നമുക്ക് അതിന് മുട്ടയാണ് വേണ്ടത്. പിന്നെ ബന്ന് വാങ്ങിന്, ഇത് ബർഗർ ഉണ്ടാക്കാനാണ്. അത്താഴത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള അച്ചാറ്, പിന്നെ എണ്ണ, നമ്മൾ സൺഫ്ലവർ അല്ലേ ഉപയോഗിക്കുന്ന എണ്ണ, പിന്നെ സോപ്പ് നമ്മൾ 10ന്റെ സോപ്പാണ്. ലെക്സ് ഒന്നിച്ചിട്ട് വാങ്ങലാണ്. പിന്നെ കാടമുട്ട, ഇത് കുഞ്ഞിക്കെല്ലാം നല്ലതാണ് പോയി കൊടുക്കാന്ന് പറഞ്ഞ് പുതിയ ബാക്കത്തി വാങ്ങി. നമ്മളെടുത്ത ബാക്കത്തി നമ്മളിവിടെ പാരന്റെ പണിയെടുക്കുന്ന സമയത്ത് ആര് കൊണ്ടുപോയെന്ന് അറിയാം. പണിക്കാർ കൊണ്ടുപോയത് എണ്ണത്തിക്കൊന്നും ഉണ്ടായിന്, അവര് കൊണ്ടുപോയത് എന്തൊന്നും അറിയില്ല. അങ്ങനെ നമ്മൾ പുതിയ ബാക്കത്തി വാങ്ങി. ബാക്കത്തിന്റെ ആവശ്യമുണ്ടായിന്. പിന്നെ ഇത് നിറച്ച് സാധനമാണ്. ഇത് ബട്ടർ, നമുക്ക് ഇത് കഴിഞ്ഞും ഫ്രിഡ്ജിൽ വെക്കണം. ഇത് നമുക്ക് ഫുഡിങ് ആക്കാനാണ്, ബട്ടർ ഫുഡിങ് ആക്കാൻ വേണ്ടിട്ട് വാങ്ങിയതാണ് നമ്മ. പിന്നെ ഐസ്ക്രീം വാങ്ങിന്, എന്തെല്ലോ വാങ്ങിന്. ഉള്ളിയെല്ലാം നമ്മ മിഞ്ഞാന്ന് വാങ്ങിനല്ലേ. ഉള്ളി, തക്കാളി എല്ലാം നമ്മ മിഞ്ഞാന്നേ വാങ്ങി വെച്ചത്. പിന്നെ നമ്മ മാഗി വാങ്ങിന്, എന്തെങ്കിലും ഉണ്ടാക്കാം ഇതെല്ലാം വെച്ചിട്ട്. പിന്നെ സ്ട്രോബെറി, പൈനാപ്പിൾ, ഫ്രൂട്ട്സ് ഒന്നും വാങ്ങിയിട്ടില്ല. എന്താ വെച്ചെങ്കിൽ പൈനാപ്പിൾ മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. പിന്നെ സപ്പോർട്ട് വെച്ചെങ്കിൽ ഫ്രൂട്ട്സ് എല്ലാം ഇനി 2 ദിവസം ഉണ്ടല്ലോ, അപ്പൊ അങ്ങനെ വാങ്ങാന്ന് വിചാരിച്ചു. പിന്നെ ഇത് കസ്റ്റേർഡ്, നമ്മളിവിടെ നോമ്പിൽ കസ്റ്റേർഡ് നിർബന്ധമാണ്. നോമ്പിൽ മുറിച്ചിട്ട് നമ്മ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇത് തിന്നും. പിന്നെ സോസ്, ന്യൂട്ടല്ല എന്താ വെച്ചെങ്കിൽ അത്താഴത്തിന് ഇപ്പം ചോറ് തിന്നാത്ത ആളും ഉണ്ടാവല്ല. ചോറ് തിന്നാത്ത ആൾക്ക് ന്യൂട്ടല്ലയും ബ്രെഡെല്ലാം ഇട്ട് തിന്നാൻ വേണ്ടിട്ട് ന്യൂട്ടല്ല വാങ്ങിയതാണ്. പിന്നെ പുട്ടുപൊടി, മന്തി മസാല, അങ്ങനെ കുറച്ച് സാധനം വാങ്ങി. നമ്മ സോയാ സോസ് വാങ്ങി. നമ്മളിവിടെ ബെൽബൊന്നും ഉണ്ടായിന്, അതെന്താ പറയുന്നത് പോയി എല്ലാത്തിന്റെ ഡേറ്റ് കഴിഞ്ഞിട്ട് നമ്മളെല്ലാം ഫ്രിഡ്ജിൽ വൃത്തിയാക്കുമ്പോൾ ഇതാക്കിയാണ് എല്ലാം. അതിന് 2 ദിവസമായിട്ട് ഇല്ലു. ക്യാരറ്റ്, ഉമ്മ ഇത് ചെറുനാരങ്ങി 2 വാങ്ങിനി. 2 വാങ്ങിട്ട് മാറിപ്പോയി. നാരങ്ങ എടുത്തിട്ട് 2 ആയിപ്പോയി. അവിടെ കൊറേ ആൾ ഒന്നിച്ച് ഭയങ്കര തിരക്കാണ്. അപ്പൊ ഒന്നിച്ച് ബില്ലാക്കിട്ട് എടുക്കുന്ന സമയത്ത് ഒന്നാദ്യം ഇട്ടത് ഓർമ്മയില്ലാന്ന് തോന്നുന്നു നമുക്ക്.
അങ്ങനെ ചൈന ഗ്ലാസും ഇത് ഇതാക്കാനും ഫുഡിങ് ആക്കാനും ഉരുളക്കിഴങ്ങ് എല്ലാം വാങ്ങി. ഇനി ഇതെല്ലാം എടുത്ത് വെക്കണം. ഇതെല്ലാം നോമ്പിനേക്കുള്ള സാധനമാണ്. ഇനി നോമ്പിന് 2 ദിവസമേ ഇല്ലു. നമ്മ നോമ്പിന്റെ വീഡിയോ എല്ലാം എടുക്കുന്നതായിരിക്കും അല്ലമ്മ. അത്താഴം മുതൽ നമ്മ എല്ലാ സാധനവും ഉമ്മ ഇപ്പൊ അല്ല ഇനി 2 ദിവസം ഉണ്ടല്ലോ, അതുകൊണ്ട് എല്ലാം ബക്കറ്റിൽ ഇങ്ങനെ ഇട്ടിട്ട് കപ്പാട്ടിൻ്റെ ഉള്ളിൽ എടുത്തേക്കാനാണ്. മസാലപ്പൊടിയെല്ലാം ഇട്ട് നിറച്ച് ഫില്ലാക്കി അങ്ങനെ സാധനം ഒഴിച്ചുകൊണ്ട് വരുന്നുണ്ട്. സോപ്പ് ഇതാ കാണിച്ചെടുത്തുമ്മ. സോപ്പ് ഇതിൽ നിറച്ച് സോപ്പ് കോൾഗേറ്റ് എല്ലാം ഇതെല്ലാം മുട്ടയിൽ കാണിച്ച് എല്ലാം സെറ്റാക്കി എടുക്കാം. അപ്പൊ ഇത് പിറ്റേന്നാണ് നമ്മ ഇത് എടുക്കുന്ന വീഡിയോ ചൊവ്വാഴ്ചയാണ്. ഇൻഷാല്ല ബുധനോ വ്യാഴാമത്തെ നോമ്പായിരിക്കും. അപ്പൊ നമ്മ അരിയെല്ലാം കഴുകിയിട്ടതാണ്. ഇന്നലെ തിങ്കളാഴ്ച നമ്മൾ സാധനം എല്ലാം വാങ്ങി വന്ന്. അപ്പൊ ഇന്ന് ചൊവ്വാഴ്ച ഉമ്മ അരി മുളകെല്ലാം കഴുകിയിട്ടാണ്. അരി ഇപ്പിടെ കഴുകിയിട്ടുണ്ട്, മുളക് പറത്തിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പൊ എന്റെ മോളെ പണിയാണിത്. ഓളടുത്തിപ്പോ ഒന്നും നമുക്ക് ചെയ്യാൻ കഴിയുന്നില്ല, എല്ലാം വലിക്കല ഞാൻ. അപ്പൊ ഉമ്മ ഇവിടെ കഴുകിയിട്ട് ഇട്ടിട്ടുണ്ട്. നമ്മ ഫാൻ്റെ അകത്തൊന്നും ഇടലില്ല, വെയിലിട്ടിടലാണ്. ഇത് ഉമ്മാന്റെ ഏട്ടത്തിന്റെ മോന്റെ മക്കാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇവരുമ്മ യൂട്യൂബർ. പാത്തു, ഉമ്മാന്റെ യൂട്യൂബിന്റെ പേരെന്ത് പറ? ഈ എല്ലാരോടും പറ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പറ. ലൈക്ക് ചെയ്യണം പറ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം പറ. മാലിക്ക് പറഞ്ഞേ ലൈക്ക് ചെയ്യണം പറഞ്ഞിങ്ങനെ ആക്കിയ. ഓന് പിന്നെ മുണ്ടൂല കേട്ടാ, മുണ്ടല് കുറവാണ്. ഞാനിപ്പോ പോകുന്നത് കോഴി വാങ്ങാനാണ്. പിള്ളേരുടെ ഉണ്ട്. മോളെതാ നോക്കിയിരിക്കാണ്. ഞാൻ പോകുന്നത് നോക്കിയിട്ട് ഇരിക്കാണ്. അങ്ങനെ വെല്ലിങ്ങനെ കരിയിലൊന്നും ഇല്ല അവള്. കുറച്ച് സമയം ഇങ്ങനെ നോക്കിട്ട് ഇരിക്കും. പിന്നെ ഉമ്മെല്ലാം ഉണ്ടായതുകൊണ്ട് പ്രശ്നമില്ല. ഉമ്മ അരി വാങ്ങിട്ടിട്ടുണ്ട് നാറ്റാക്കുന്നതാ. പിള്ളേരെല്ലാം ഉണ്ടല്ലോ. അപ്പൊ ഞാൻ ചിക്കൻ വാങ്ങിട്ട് വരുന്നു. അങ്ങനെ ഞാൻ കോഴി വാങ്ങാൻ പോകുമ്പോൾ അനിയൻ പറഞ്ഞ് ഞാനും വരുന്നതിൻ്റെ മുമ്പ് ബാക്കിലേ വന്ന്. അങ്ങനെ അവിടെ കോഴിക്കെല്ലാം പറഞ്ഞു ഓനെ അവിടെ ഏൽപ്പിച്ചിട്ട് ഞാൻ നേരെ മീൻ വാങ്ങാൻ പോയുമ്പോൾ മീൻ വാങ്ങാൻ പറഞ്ഞു ഉച്ചക്കേക്ക്. അങ്ങനെ കണാമ്പര വാങ്ങി. 100 രൂപയ്ക്ക് 3 കണാമ്പര കഴിച്ചു. അങ്ങനെ മീനും വാങ്ങി. പിന്നെ ഞാൻ തിരിച്ച് കോഴിപ്പിടിയിലേക്ക് തന്നെ വന്ന് അങ്ങനെ കോഴി വാങ്ങി നമ്മൾ പോവാന്ന്. അനിയന് വണ്ടി ഓടിക്കാൻ അറിയാം, പക്ഷെ ഞാൻ കൊടുക്കലില്ല, എനിക്ക് ലൈസൻസ് ഒന്നും ഇല്ലല്ലോ. ഞാൻ തന്നെയാണ് വണ്ടി എടുക്കൽ. ഞാൻ വണ്ടി എടുത്ത് എല്ലായിടത്തേക്കും പോയി. ഇപ്പോൾ കുഞ്ഞായി പിന്നെ ഞാൻ വണ്ടി എടുക്കുന്നത് കുറച്ച് കുറഞ്ഞതിന്, എന്നാലും വണ്ടി എടുത്തിട്ട് എല്ലായിടത്തേക്കും പോയി. ലൈസൻസ് വന്ന കോഴിയാണ്. നാളത്തേക്കാണ്, നാളെ മറ്റന്നാൾ അറിയില്ല നോമ്പ്. അപ്പൊ 3 കോഴി ഒന്നുമില്ല. 120 രൂപ കുറഞ്ഞ. ഇന്നലെ 128 ഉണ്ടായിരുന്നേ. 440 കോഴിയാണിത്. ഒന്നുമില്ല. ഇനിയിപ്പം നമ്മ നല്ല ബറബറയാക്കി വെക്കും. എല്ലാം ഒന്നിച്ചാകുമ്പോൾ ഭയങ്കര പാടാണ്. അപ്പം കുറച്ച് ഓരോ ബോക്സിലാക്കിയിട്ട് ഇങ്ങനെ വെക്കാം നമ്മ. അവിടെ വെക്കട്ടെ. നമുക്ക് അടിച്ചു വാരാം. നമ്മളെ പണിയെല്ലാം ഏകദേശം കഴിഞ്ഞു. നോമ്പിന്റെ പണിയെല്ലാം ഏകദേശം കഴിഞ്ഞു. ഇപ്പം ഞാൻ അടിച്ചാലിട്ട് പോയി പറ്റി അവിടെ കുഞ്ഞി ഉറങ്ങുന്നുണ്ട്. അപ്പം ഞാൻ നേരത്തെ പോയിട്ട് വാങ്ങിയ മീനിന് ഒന്ന് കാണുന്നില്ല. അങ്ങനെ നോക്കുമ്പോഴേക്കുണ്ട് പൂച്ച ആടെ ഇരുന്നിട്ട് തിന്നുന്നു. ഉമ്മ ഗിൽസ് തുറന്നിട്ടിട്ട് പോയി. ഉമ്മക്ക് ഓർമ്മയില്ല മീൻ പുറത്തെടുത്ത് വെച്ചത്. അപ്പോൾ വയ്യ നോക്കുമ്പോഴേക്കും ഒരു വലിയ കണാമ്പര പൂച്ച എടുത്ത് കൊണ്ടുപോയി. നല്ല ബേജാറായിപ്പോയി കണ്ടിട്ട്. പിന്നെ അത് പൂച്ചക്കാർക്ക് വെച്ചിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞ് സമാധാനിച്ചിട്ട് നമ്മൾ എല്ലാവരും ഇരുന്ന്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയില്ല. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. നല്ല വീഡിയോ ഇനിയും വരുന്നത്. ബൈ.